സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിവിൻ പോളിയെ നായകനാക്കി സിദ്ധാർത്ഥ് ശിവ സംവിധാനം ചെയ്ത ചിത്രമാണ് സഖാവ്. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഒരു നിവിൻ പോളി ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. മലയാള സിനിമയിൽ അടുത്ത കാലത്തായി കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലം പ്രമേയമാക്കി ഒരുപിടി ചിത്രങ്ങൾ തിയേറ്ററുകളിൽ എത്തുന്നുണ്ട്. എന്നാൽ ചെങ്കൊടി മുൻനിർത്തിയുള്ള മാർക്കറ്റിംഗ് മാത്രമല്ല, ശക്തമായ കാമ്പുള്ള ഒരു കഥയും കൂടിയാണ് നിവിൻ്റെ സഖാവ്. കുബുദ്ധി നിറഞ്ഞ ഒരു രാഷ്ട്രീയ പ്രവർത്തകനിൽ നിന്നുമാണ് സഖാവ് എന്ന സിനിമയുടെ തുടക്കം. അടുത്ത കൂട്ടുകാരനെ വരെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഉപദ്രവിക്കാൻ മടി കാണിക്കാത്ത നായകൻ. എന്നാൽ ഒരു ഘട്ടത്തിൽ അയാൾ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടുമുട്ടുന്നു. ആദർശവാനായ ആ ആളെ അടുത്തറിയുന്നതോടെ നായകനിൽ മാറ്റങ്ങളുണ്ടാകുന്നു. അയാളും ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാകാൻ ശ്രമിക്കുന്നു. ഇതാണ് ചിത്രത്തിൻ്റെ പ്രമേയം. ആദ്യ പകുതിയിൽ പ്രേക്ഷകരെ കോരിത്തെരിപ്പിക്കുന്ന രംഗങ്ങളാൽ സമ്പന്നമാണ് ചിത്രം. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളും ആശയങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും സംവിധായകൻ ശ്രമിക്കുന്നു. കഥയോടും കഥാപാത്രങ്ങളുടെ സ്വഭാവത്തോടും പ്രകൃതത്തോടും നീതി പുലർത്തിയ ആദ്യ പകുതിയിൽ നിന്നും രണ്ടാം പകുതിയിലേക്ക് എത്തുമ്പോൾ ചിത്രത്തെ നല്ലൊരു കച്ചവട സിനിമയാക്കാനുള്ള സംവിധായകൻ്റെ വ്യഗ്രതയും കാണാം. നല്ലൊരു കഥയിലും അവതരണത്തിൽ നിന്നും പെട്ടെന്ന് വാണിജ്യ ചേരുവകൾ കുത്തിനിറയ്ക്കാൻ ശ്രമിക്കുന്ന പോലെ അനുഭവപ്പെട്ടേക്കാം രണ്ടാം പകുതി. രണ്ട് കഥാപാത്രങ്ങളുമായുള്ള നിവിൻ പോളിയുടെ പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. നിവിൻ്റെ കരിയറിലെ ശക്തമായ കഥാപാത്രങ്ങൾ തന്നെയാണ് സഖാവിലേത്. അല്ലറ ചില്ലറ നെഗറ്റീവ് ഉണ്ടെങ്കിലും മൊത്തത്തിൽ സഖാവ് നല്ലൊരു സിനിമാ അനുഭവം തന്നെയാണ്. അമിത പ്രതീക്ഷയില്ലാതെ എത്തുന്ന പ്രേക്ഷകനെ സംതൃപ്തി നൽകുന്ന ഒരു ചിത്രം. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തീർച്ചയായും കണ്ടിരിക്കേണ്ട ചിത്രം കൂടിയാണ് സഖാവ്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.